മറ്റൊന്ന് സഹോദരങ്ങളെ, ഇസ്തിഗ്ഫാർ ചൊല്ലേണ്ട മേഖലകളിൽ മറക്കാതെ ചൊല്ലുക. റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ഇസ്തിഗ്ഫാർ ചോദിക്കുന്ന ദുആകൾ ഒരു ദിവസവും വിടാതിരിക്കുക. ഇസ്തിഗ്ഫാർ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ദുആയല്ലേ ആയത്തുൽ കുർസി. ആയത്തുൽ കുർസി ഇസ്തിഗ്ഫാർ കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട ദുആയാണ്. ആമനർ റസൂൽ ഇസ്തിഗ്ഫാർ കിട്ടുന്ന പ്രധാനപ്പെട്ട ഒരു ദുആയാണ്. അതേ കിടക്കാൻ പോകുന്ന സമയത്തും ആമനർ റസൂൽ ഓതൽ സുന്നത്തുണ്ട്. അതിലില്ലേ മാപ്പ് ചോദിക്കുന്ന ദുആയല്ലേ കാര്യമായിട്ടുള്ളത്. റബ്ബനാ ഗുഫ്രാനക റബ്ബനാ വ ഇലൈക്കൽ മസീർ. പിന്നെ ചോദിക്കുന്ന 7 ചോദ്യങ്ങളും ഇജാബത്തുള്ള ദുആയാണ്. റബ്ബനാ വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ ബി റബ്ബനാ വലാ തഹ്മിൽ അലൈനാ ഇസ്റൻ കമാ ഹമൽതഹു അലല്ലദീന മിൻ ഖബ്ലിനാ. ഞങ്ങളുടെ മുൻഗാമികൾക്ക് നീ ഭാരിച്ച ശിക്ഷ നൽകിയതുപോലെ ഞങ്ങൾക്ക് ഭാരിച്ച ശിക്ഷയും പ്രയാസങ്ങളും ഒന്നും തരല്ലേ അല്ലാ. റബ്ബനാ വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ ബി. താങ്ങാൻ കഴിയാത്ത പരീക്ഷണങ്ങൾ തരല്ലേ അല്ലാ. ശിക്ഷാമുറകളൊന്നും നൽകല്ലേ അല്ലാ. നിന്റെ മാപ്പാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വഅഫു അന്നാ വഗ്ഫിർ ലനാ വർഹംനാ അൻത മൗലാനാ ഫൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. അതൊക്കെ മാപ്പിന്റെ ചോദ്യങ്ങളാണ്. അതേ ആമനർ റസൂൽ ഓതണം. ഓതേണ്ട സന്ദർഭങ്ങളിലൊക്കെ അത് പതിവാക്കണം. സഹോദരങ്ങളെ, ഒരു ദിവസം ഒരു പ്രാവശ്യെങ്കിലും അത് ഓതാതെ വിട്ടേക്കരുത്. കിടന്നുറങ്ങുമ്പോൾ സുന്നത്തുണ്ട്. ഹദ്ദാദ് റാത്തീബിലും കണ്ടില്ലേ ആമനർ റസൂൽ ഓതുന്നത്. അതേ രാവിലെ സമയത്ത് ചൊല്ലുന്ന ഔറാദുകളിലും ആ പ്രാർത്ഥനയുണ്ട്. ഈ ദുആയും അദ്ഇയത്തുൻ മുസ്തജാബ. ആമനർ റസൂലിന്റെ അവസാനമുള്ള 7 ദുആകൾ ഉത്തരം നൽകപ്പെടുന്ന ദുആകളാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 7 ദുആയുണ്ട് അതിന്റെ അവസാനത്തിൽ. അതിൽ കാര്യമായി ചോദിക്കുന്നത് അള്ളാഹുവിന്റെ മാപ്പാണ്, മഗ്ഫിറത്താണ്. മഗ്ഫിറത്ത് ചോദിക്കുന്ന ദുആകൾ അത് കൂടുതലാക്കുക. മാപ്പ് കിട്ടാൻ ഏറ്റവും നല്ലൊരു മാർഗമാണ്. റബ്ബനാ വലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. നബിയുല്ലാഹി ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ സർവ്വ അംബിയാഉം അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയാണത്. റബ്ബനാ വലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഇസ്തിഗ്ഫാർ ചൊല്ലാൻ പ്രത്യേകം അല്ലാഹു നിശ്ചയിച്ച സമയങ്ങളിൽ ഒരു സമയമാണ്. വബില്ലസ്ഹാരിഹും നസ്തഗ്ഫിറൂൻ. അത്തായ നേരത്ത് ഇസ്തിഗ്ഫാർ ചൊല്ലുന്നവരാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തഹജ്ജുദ് നിസ്കരിച്ചാൽ, പ്രാർത്ഥന നിർവഹിച്ചാൽ ഹദീസിൽ കാണാം സുബ്ഹി വാങ്ക് കൊടുക്കുന്നത് വരെ നീണ്ട ഇസ്തിഗ്ഫാർ ചൊല്ലുമായിരുന്നു. ഒരു ഹദീസിൽ 70 എന്നും വേറെ ഹദീസിൽ 100 എന്നും രേഖപ്പെടുത്തിയത് കാണാം. കഴിവിന്റെ പരമാവധി അത്തായ നേരത്തുള്ള ഇസ്തിഗ്ഫാർ ബാക്കിയുള്ള നേരത്തുള്ള ഇസ്തിഗ്ഫാർ പോലെയല്ല. അതിന് പ്രത്യേകത കൂടുതലുണ്ട്. അതൊറ്റ ഇസ്തിഗ്ഫാറെങ്കിലും നമ്മൾ എല്ലാ ദിവസവും കഴിവും ഒഴിവും ഉണ്ടാക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. സാബിഖു ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും. റബ്ബിന്റെ മഗ്ഫിറത്ത് ലഭിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ ഇത് മാത്രമല്ല, എല്ലാ കാര്യങ്ങളെയും കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ കൊണ്ടുവന്ന് ആ വിഷയത്തിൽ മത്സരബുദ്ധിയാ മുന്നേറണം എന്ന് ഓർമ്മപ്പെടുത്തി എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സദസ്സ് ദുആഇന് ഇജാബത്തുള്ള നല്ല സദസ്സായി ഖബൂൽ ചെയ്യുമാറാകട്ടെ.